റെഡ് അലർട്ട് മുന്നറിയിപ്പുള്ള വയനാട് ജില്ലയിൽ ഇന്നലെ മുതൽ ശക്തമായ മഴ തുടരുകയാണ്. ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചിടാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അർജുൻ, നമുക്കറിയാം വയനാട് ജില്ല നമുക്ക് എന്നും ഒരു സങ്കടമായി തുടരുന്നൊരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു റെഡ് അലർട്ട് എന്ന് പറയുമ്പോൾ വലിയ ആശങ്കയുമാണ്. അതേസമയം വേണ്ടത്ര മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ നൽകിയിരിക്കുന്ന ചില നിർദ്ദേശങ്ങൾ. പക്ഷെ രാവിലെ അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? മറ്റ് മുന്നൊരുക്കങ്ങളും മുന്നറിയിപ്പുകളൊക്കെ ജനങ്ങൾ പാലിക്കുന്നുണ്ടോ? വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. പറഞ്ഞ പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ഇത്. കഴിഞ്ഞ തവണ ഇത്തരത്തിൽ ഒരു ജൂണോ ജൂലൈയോട് കൂടിയാണ് ഇത്തരത്തിൽ നമ്മൾക്ക് വലിയൊരു അപകടം ഇവിടെ ഉണ്ടായത്. അത്തരത്തിൽ മണ്ണൊലിപ്പ് ഉണ്ടാവുകയും നിരവധി പേർ അതിനടിയിൽപ്പെട്ടു പോവുകയും ചെയ്തു. പക്ഷേ അതിൽ യാതൊരു വിധത്തിൽ ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ദുരന്ത നിവാരണ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ജാഗ്രത മാത്രം മതി, പേടിക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയാണ് വയനാട്ടിൽ ലഭിച്ചിരുന്നത്. പക്ഷെ ഇന്ന് രാവിലെയോടെ ആ മഴയ്ക്ക് ഒരു ശമനമുണ്ടാവുകയും തെളിഞ്ഞ കാലാവസ്ഥ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടങ്ങളൊന്നും വയനാട്ടിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ളത്. ചിലയിടങ്ങളിൽ മരം വീണ് കിടക്കുന്നുണ്ട്, റോഡിലേക്ക് മരം വീണ് കിടക്കുന്നുണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം ഇതുവരെയും വയനാട്ടിൽ ഉണ്ടായിട്ടില്ല. ഇന്നലെ വൈത്തിരിയിൽ മണ്ണിടിഞ്ഞ് ഒരു 13 കുടുംബങ്ങൾക്ക് ഒരു ഭീഷണിയാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്രയും ഒഴിച്ചു നിർത്തിയാൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക വയനാട്ടിൽ ഇപ്പോഴും ഇല്ല എന്നുള്ളത് തന്നെ വേണം നമുക്ക് പറയുവാൻ. ഇതിനെ തന്നെയും ജില്ലാ കളക്ടറുടെ കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. ടൂറിസ്റ്റുകൾ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കുക, ടൂറിസം കേന്ദ്രങ്ങളൊക്കെ അടച്ചിടുവാനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് മണ്ണിടിക്കൽ ഭീഷണിയുള്ള അല്ലെങ്കിൽ ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലുള്ള എല്ലാ ടൂറിസം കേന്ദ്രങ്ങളും അടച്ചിടുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നൂര് അടക്കമുള്ള പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളൊക്കെ ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. എന്നൂര് ഇന്നലെയും അടഞ്ഞു കിടക്കുകയായിരുന്നു. ഇന്നും തുടർന്ന് തന്നെ ഈ പ്രദേശങ്ങളെല്ലാം അടഞ്ഞു കിടക്കണമെന്നുള്ളത് തന്നെയാണ് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വെള്ളച്ചാട്ടങ്ങളൊക്കെ എല്ലാ വെള്ളച്ചാട്ടങ്ങളും, അതായത് ടൂറിസ്റ്റുകൾക്ക് പോകുവാൻ കഴിയുന്ന എല്ലാ വെള്ളച്ചാട്ടങ്ങളും ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടൊന്നും ആളുകൾ കടക്കരുതെന്ന ഒരു ജാഗ്രതാ നിർദ്ദേശം കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട്. മേപ്പാടി പഞ്ചായത്ത്, ചൂരമല മുണ്ടക്കൈ ദുരന്തം നടന്നിട്ടുള്ള മേപ്പാടി പഞ്ചായത്തിൽ ഇപ്പോൾ തന്നെ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ആ പ്രദേശത്തെ, അതായത് തൊട്ടപ്പുറത്തുള്ള പ്രദേശം അട്ടമല ഭാഗത്തുള്ള ആളുകളെയൊക്കെ മാറ്റി പാർപ്പിക്കാൻ വേണമെങ്കിൽ നടപടി കൈക്കൊള്ളുമെന്നുള്ള ഒരു നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ജാഗ്രതയാണ് ഈ മേപ്പാടി പഞ്ചായത്തിൽ അടക്കം നൽകിയിട്ടുള്ളത്. എന്തിൽ തന്നെയും അധികമായി ജനങ്ങളെ പാനിക് ആക്കരുതെന്നും ഭയപ്പെടുത്തരുതെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. മാനന്തവാടി മേഖലകളിലടക്കം വലിയ രീതിയിലുള്ള ഒരു മഴയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് വയനാട്ടിൽ മാനന്തവാടി ഭാഗത്താണ്. കൽപ്പറ്റയിലും ബത്തേരിയിലും നേരത്തെ മഴയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. എന്നാൽ ഈ രാത്രിയോടെ ഈ പ്രദേശങ്ങളിലെല്ലാം ശക്തമായ മഴ ഉണ്ടാവുകയും പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കവിഞ്ഞാൽ പഞ്ചായത്ത്, തരിയോട് പഞ്ചായത്ത് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ജില്ലയിലെ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. അത്തരത്തിൽ ജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജില്ലാ ഭരണകൂടത്തെയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പഞ്ചായത്തിലുള്ള ഈ ഒരു കൺട്രോൾ റൂമിനെ ബന്ധപ്പെടുവാൻ സാധിക്കുന്ന രീതിയിൽ മുൻകരുതൽ നേരത്തെ വയനാട്ടിൽ എടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞ് ക്വാറികളുടെ പ്രവർത്തനങ്ങൾ, അതായത് ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെക്കുവാനുള്ള ഒരു ഉത്തരവ് ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. പല മേഖലകളിലും മണ്ണിടിയാനുള്ള സ്ഥലങ്ങളിലടക്കം ക്വാറികൾ പ്രവർത്തിക്കുന്നത് നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള ക്വാറികളടക്കം, ലൈസൻസ് ഉള്ള ക്വാറികളടക്കം എല്ലാ ക്വാറികളും അടച്ചിടണമെന്ന ഉത്തരവ് ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ബത്തേരിയിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിലയിടങ്ങളിൽ മരം വീണ് റോഡ് ബ്ലോക്ക് ആവുകയല്ലാതെ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. ഇന്നലെ ചുരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഗതാഗത തടസ്സം അനുഭവപ്പെട്ടിരുന്നു. അതായത് ചുരത്തിലേക്ക് ഒരു മരം വീണ് വലിയ രീതിയിലുള്ള ഒരു ഗതാഗത തടസ്സം അനുഭവപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ വരെ അതിൽ വാഹനങ്ങൾ നിരനിരയായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വൈത്തിരി മുതൽ ഈ വാഹനങ്ങൾ ഈ നിരനിരയായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വാഹനങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ തന്നെയും ആ മരം വെട്ടി മാറ്റി എന്നുള്ളതാണ്, മുറിച്ചു മാറ്റി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആ ചുരത്തിൽ ഒരു ഗതാഗത തടസ്സമുണ്ട്. പക്ഷേ അത് എത്രയും പെട്ടെന്ന് മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. എന്നാൽ തന്നെയും വയനാട്ടിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട് എന്നുള്ളതല്ലാതെ വലിയ രീതിയിലുള്ള ഒരു മഴ ഇപ്പോൾ വയനാട്ടിൽ ലഭിക്കുന്നില്ല. വീണ. ഓക്കെ.
ന്യൂസ്.